ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഒരു കൊച്ചു കൃഷി കാണിച്ചു തരാൻ പോവാണ്. നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു മുളകിന് കാണാം. ഇതാണ് എൻ്റെ വീട്ടിലെ ഒരു ചെറിയ മുളക്. ഇത് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മത്തൻ്റെ ഒരു വള്ളിയും കൂടി ഉണ്ട് കേട്ടോ. നല്ല നീണ്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കയ്പ്പയ്ക്കയുടെ വള്ളിയും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൈഡിലായിട്ട് മത്തൻ്റെ വേറൊരു വള്ളിയും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. കയ്പ്പയ്ക്കയുടെയും വേറെ കുറേ വള്ളികളും വെച്ചിട്ടുണ്ട്. ഈ മത്തൻ്റെ വള്ളി ഞങ്ങൾ വെച്ചിട്ട് ആദ്യമായിട്ടുണ്ടായ ഒരു പൂവ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, ഓറഞ്ച് കളറൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു കയ്പ്പയ്ക്ക ഉണ്ടായി. അത് ഞങ്ങൾ അതിനാവശ്യമുള്ള സാമഗ്രികളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതിനെല്ലാം പരിപാലിച്ചൊക്കെ വളർത്തിയെടുത്താണ്. പിന്നെ ഇതാണ് എൻ്റെ വീട്ടിലെ തെങ്ങ്. ഇതിൻ്റെ തൊട്ടടിയിലായിട്ട് കുറേ കുഞ്ഞ് മനോഹരമായ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചെടികളിൽ ഞങ്ങൾ കയ്പ്പയ്ക്കയുടെ ഒരു ചെറിയ വള്ളിയോൾ വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലൊരു ബ്രഹ്മിയുടെ കുറച്ച് കൂട്ടമുണ്ട്. പിന്നെ ചെണ്ടുമല്ലിയുണ്ട്, കുറേ ചെണ്ടുമല്ലിയുണ്ട് കേട്ടോ. പിന്നെ പയറിൻ്റെ ഒരു കൂട്ടമുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു ചെടി ഞാൻ കാണിച്ചു തരാം. അത് വേറെ ഒന്നുമല്ല, മണി പ്ലാന്റ് ആണ്. ഞങ്ങൾ ഈ മണി പ്ലാന്റ് ചെറുതാവുമ്പോൾ ഈ മരത്തിൽ കയറ്റി വിട്ടാണ്. ഇപ്പോൾ അത് നല്ല വലുതായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓണത്തിന് ഇടുന്ന ഒരു പൂവാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ കുറേ ചെമ്പരത്തിയുടെ മരങ്ങളുണ്ട്. അതിൽ എന്നും ചെമ്പരത്തിയുടെ പൂക്കൾ വിരിയാറുണ്ട്. അപ്പോൾ ഈ പൂക്കളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ കുറേ ചെമ്പരത്തിയുടെ മരങ്ങളുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ഒരു സൈഡിലായിട്ട് ഞങ്ങൾ മത്തൻ്റെ വള്ളി, പിന്നെ തുളസി, അങ്ങനെ കുറേ തൈകളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ പയറിൻ്റെ വേറൊരു കൂട്ടം കൂടി നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ 10 മണികൾ കുറേ ഉണ്ട് കേട്ടോ. അതിലിങ്ങനെ പൂ വിരിയണമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇടയ്ക്ക് രാവിലെ എണീക്കുമ്പോൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ കൊച്ചു കൃഷി. അപ്പോൾ എൻ്റെ വീട്ടിലൊരു പപ്പായയുടെ മരം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.